IPL 2025 താരങ്ങളുടെ ലേലം ജിദ്ദയിൽ നടക്കുകയാണ്. MS ഹരികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, പ്രിയപ്പെട്ട താരങ്ങൾ ഏത് ടീമിലാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകമുള്ളത്. എങ്ങനെ പുരോഗമിക്കുന്നു ലേലം? ആവേശകരമായ ലേലം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കി സെറ്റിലെ ആദ്യ പ്ലെയറായ അർഷദീപ് സിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ആവേശകരമായി തന്നെയാണ് അർഷദീപിന് വേണ്ടി ലേലം വിളിച്ചുകൊണ്ടിരുന്നത്. 7.5 കോടി ആയപ്പോഴേക്കും സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് ബാക്കൌട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഒരു ആവേശകരമായ മത്സരം നടക്കുകയാണ്. ഇപ്പോൾ 10.75 കോടിയിൽ നിൽക്കുകയാണ് അർഷദീപിന്റെ ലേലം. 2 കോടി ബേസ് പ്രൈസ് തുടങ്ങി അർഷദീപിന്റെ ലേലം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 10.75 കോടിയിലാണ്. ആവേശകരമായ ലേലം തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കും. അർഷദീപിനെ സംബന്ധിച്ചിടത്തോളം 2024 പഞ്ചാബ് കിങ്സിൽ പഞ്ചാബിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ തീപാർന്ന പ്രകടനത്തിൽ നിശ്ചയിച്ച താരമായിരുന്നു പഞ്ചാബ്. പക്ഷേ പഞ്ചാബ് ഇക്കൊല്ലത്തെ റിട്ടൻഷനിൽ ആകെ 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് മാത്രമാണ് റിട്ടൈൻ ചെയ്തത്. അത് പ്രഭ്സിമ്രൻ സിംഗിനെയും മാത്രമല്ല ശശാങ്ക് സിംഗിനെയുമായിരുന്നു. ശശാങ്ക് സിംഗും 32 വയസ്സായ ശശാങ്ക് സിംഗിനെ അല്ല പ്രീതി സിന്ധു ഉദ്ദേശിച്ചതെന്ന് കഴിഞ്ഞ ലേലത്തിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ശശാങ്ക് സിംഗിനെയും പ്രഭ്സിമ്രൻ സിംഗിനെയാണ് പഞ്ചാബ് കിങ്സ് ഇത്തവണ ലേലത്തിൽ റീറ്റൈൻ ചെയ്തത്. പക്ഷേ അർഷദീപ് ഇപ്പോൾ 11.25 കോടിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഋഷഭ് പന്ത്, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഡേവിഡ് വാർണർ എന്നീ പ്ലേയേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഈ മാർക്കി സെറ്റ് 1 and 2 പ്ലേയേഴ്സിലായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ അർഷദീപ് 11.75 കോടിയിൽ നിൽക്കുന്നതാണ്. 2 കോടിയിലാണ് ബേസ് പ്രൈസ് നിൽക്കുന്നത്. ഫസ്റ്റ് പ്ലെയർ ആണ്. ഈ IPL ഓപ്ഷൻ ജിദ്ദയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നും നാളെയുമായിട്ടാണ് ഓപ്ഷൻ പുരോഗമിക്കുന്നത്. അപ്പോൾ 11.75 കോടിയിൽ അർഷദീപ് നിൽക്കുന്നു. 12 കോടിയിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മാറുന്നത്. ഡൽഹി ബാക്കൌട്ട് ചെയ്തിരിക്കുന്നു. ആദ്യം ചെന്നൈ ബാക്കൌട്ട് ചെയ്യുന്നു, അതിനുശേഷം ഡൽഹി ബാക്കൌട്ട് ചെയ്യുന്നു, അതിനുശേഷം ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം നടക്കുന്നത്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കാരണം 5 പ്ലേയേഴ്സിനെ അവർ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു റൈറ്റ് ടു മാച്ചും ബാക്കിയുള്ള പ്ലേയേഴ്സിനെയൊക്കെ അവരുടെ ഒരു ഓപ്ഷൻ പ്രൈസിൽ, അവരുടെ ഒരു പേഴ്സിൽ നിൽക്കുന്ന രീതിയിലേക്ക് അവർക്ക് കാര്യങ്ങൾ മാറണം. അതുകൊണ്ട് തന്നെ അർഷദീപിന് വേണ്ടിയിട്ട് രാജസ്ഥാൻ എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതും നോക്കേണ്ടതാണ്. ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരും റീറ്റെയിൻ ചെയ്തിരിക്കുന്നത് 5 പ്ലേയേഴ്സിനാണ്. അവർക്ക് 69 കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത്. LSGയും അതുപോലെ തന്നെ 5 പ്ലേയേഴ്സിനെയും 69 കോടി രൂപയാണ് അവരുടെ പേഴ്സിലും ബാക്കിയുള്ളത്. ഇപ്പോൾ 12.75 കോടിയിലേക്ക് രാജസ്ഥാൻ, അത് രാഹുൽ ദ്രാവിഡും സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫാസ്റ്റ് ബോളർ അത്യധികം ആവശ്യവും കൂടിയാണ്. അപ്പോൾ അർഷദീപ് സിംഗ് എന്ന ലെഫ്റ്റ് ഹാൻഡഡ് പേസ് ബോളർ കൂടി വരുമ്പോഴേക്കും ആ ഒരു സാഹചര്യം കൂടി മാറുന്നു. സൺറൈസേഴ്സും കൂടി ബിഡിങ്ങിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. 13 കോടിയിലേക്ക് സൺറൈസേഴ്സും കൂടി അർഷദീപിന് വേണ്ടി വാദിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. സൺറൈസേഴ്സ് മൊത്തത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ടീമിലെടുത്ത് നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മ തുടങ്ങിയ ഒരു വമ്പൻ താരനിര അവരുടെ ബാറ്റിംഗ് ഓർഡറിലേക്ക് മാറുന്ന ഒരു സാഹചര്യം വരുന്നു. ഇപ്പോൾ അവർക്ക് ബൗളിംഗ് ശക്തിപ്പെടുത്തണം എന്ന രീതിയിലേക്ക് സൺറൈസേഴ്സും കൂടി അർഷദീപിന് വേണ്ടി വാദിക്കുന്നു. 13 കോടിയിൽ 13.75 കോടിയിലേക്ക് അർഷദീപിന്റെ വില കുതിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം ഒരു ലെഫ്റ്റ് ഹാൻഡഡ് പേസ് ബോളർ മിച്ചൽ സ്റ്റാർക്കാണ് 24.75 കോടിയിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി പോയ ഏറ്റവും വലിയ തുക. അതൊരു ഓസ്ട്രേലിയൻ സീം ബോളർ, ഓസ്ട്രേലിയൻ ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർ തന്നെയാണ്. അതിനുശേഷം പാറ്റ് കമിൻസ് 20 കോടിയിലേക്ക് വന്നു. ഇത്തവണത്തെ ഓപ്ഷനിൽ ഏത് പ്ലെയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ തുകയിലേക്ക് മാറുക എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. 14.25 കോടിയിലേക്ക് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും കട്ടയ്ക്ക് വിളിക്കുകയാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് 41 കോടി രൂപ മാത്രമാണ്. സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 45 കോടി രൂപയും ബാക്കിയുണ്ട്. രാജസ്ഥാൻ 6 പ്ലേയേഴ്സിനെയും റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റൈറ്റ് ടു മാച്ച് പ്ലെയർ പോലും അവർക്ക് ഉണ്ടാവില്ല. അതായത് കഴിഞ്ഞ കൊല്ലം അവരുടെ ടീമിൽ കളിച്ചിരുന്ന ഒരു പ്ലെയറിനെ പോലും അവർക്ക് അതേ തുകയ്ക്ക്, ഇത്തവണത്തെ ഓപ്ഷനിൽ ഏത് ടീമാണോ കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നത് അതേ തുകയ്ക്ക് റൈറ്റ് ടു മാച്ച് ചെയ്യാൻ രാജസ്ഥാന് സാധിക്കുകയുമില്ല. സൺറൈസിനെ സംബന്ധിച്ചിടത്തോളം 45 കോടിയിൽ 5 പ്ലേയേഴ്സിനെ മാത്രം റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 45 കോടിയിൽ 7 പ്ലേയേഴ്സിനെ മിനിമം അവർക്ക് ഫിൽ ചെയ്യണം. ഇമ്പാക്ട് പ്ലെയർ റൂൾ വന്നതിന് ശേഷം ഒരു ടീമിൽ 12 പ്ലേയേഴ്സ് നിർബന്ധമാണ്. അങ്ങനെയാണ് 7+5 12 പ്ലേയേഴ്സ് നിർബന്ധമായും ടീമിൽ ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അർഷദീപിന് വേണ്ടി എത്രമാത്രം ഇവർ മുന്നോട്ട് പോകും എന്നുള്ളതും നോക്കി കാണേണ്ടതുണ്ട്. 15.50 കോടിയിലേക്ക് അർഷദീപ് മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ത്യൻ പേസ് ബോളർ, ലെഫ്റ്റ് ആം ഇന്ത്യൻ പേസ് ബോളർ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് പോകുന്നത് നമുക്ക് ഫസ്റ്റ് സെറ്റിലെ ആദ്യ പ്ലെയറായ അർഷദീപിൽ നിന്ന് തന്നെ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 15.75 കോടിയിലേക്ക് അർഷദീപിന്റെ തുക തന്നെ മാറുന്നു. സൺറൈസേഴ്സ് എങ്ങനെയായിരിക്കും അവരുടെ കരുക്കൾ നീക്കുക? സൺറൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേസ് ബോളിംഗ് നിര എത്രമാത്രം അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തുടക്കമായി അർഷദീപിലേക്ക് തന്നെ അവർ കരുക്കൾ നിൽക്കുന്നു. അത് സൺറൈസേഴ്സ് ബാക്കൌട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. സൺറൈസേഴ്സിലേക്കും രാജസ്ഥാനിലേക്കും കാര്യങ്ങൾ കട്ടയ്ക്ക് നിൽക്കുകയാണ്. 16 കോടിയിലേക്ക് അർഷദീപ് കടക്കുകയാണെങ്കിൽ അതും ഒരു ചരിത്രമായി മാറും. എല്ലായ്പ്പോഴും ഓപ്ഷനിൽ നിലനിൽക്കുന്നത് പേസ് ബോളേഴ്സ് എത്രമാത്രം
നിൽക്കുന്നു. റൈറ്റ് ടു മാച്ച് അവൈലബിൾ ആണ് പഞ്ചാബ് കിങ്സിലേക്ക്. പഞ്ചാബിൽ എങ്ങനെയാണ് പഞ്ചാബ് അർഷദീപിനെ റൈറ്റ് ടു മാച്ച് ചെയ്തിരിക്കുകയാണ് 15.75 കോടിയിലേക്ക് റൈറ്റ് ടു മാച്ച്. RTM ഓപ്ഷൻ പഞ്ചാബിന് അവൈലബിൾ ആണ്. കാരണം അവർ ആകെ 2 പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. 110 കോടി രൂപയാണ് പഞ്ചാബിന്റെ പേഴ്സിലുള്ളത്. ആ 110 കോടിയിൽ 2 പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഭ്സിമ്രൻ സിംഗിനെയും ശശാങ്ക് സിംഗിനെയും. ബാക്കിയുള്ള 6 സ്ലോട്ടുകൾ ഇപ്പോഴും അവർക്ക് വേക്കന്റ് ആണ്. അതിൽ അർഷദീപിന് വേണ്ടിയിട്ട് 15.75 കോടിയിലേക്ക് പഞ്ചാബ് RTMിലൂടെ നേടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. പഞ്ചാബ് വിട്ടുകൊടുക്കുന്നില്ല അർഷദീപിനെ. കഴിഞ്ഞ കൊല്ലത്തിൽ എത്രമാത്രം അർഷദീപ് അവർക്ക് തുണയായി മാറിയിരുന്നു. പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷങ്ങളിലും കാലാകാലങ്ങളായി മാറാത്തൊരു സാഹചര്യം. പഞ്ചാബ് എന്ന ടീമിന്റെ ഒരു ഫോം ഔട്ടാണ്. പക്ഷേ ഇത്തവണ അത് മാറുന്നു. പഞ്ചാബ് അർഷദീപ് സിംഗിനെ 15.75 കോടിയിലേക്ക് റൈറ്റ് ടു മാച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യത്തെ ഓപ്ഷൻ, ആദ്യത്തെ പ്ലെയർ തന്നെ അത്രയധികം ആവേശത്തോടു കൂടി തന്നെ ഓപ്ഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നൊരു